Watch India's largest kids library only on Jio Hotstar. Download the app now. ഏയ് ആരെ കാത്തിരിക്കുക നിങ്ങളൊക്കെ വേഗമാവട്ടെ. അതെ എന്റെ ചങ്ക, എന്റെ ബ്രോ മോട്ടു, നല്ല കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. അതെ വലിയേട്ടാ, ആദ്യം തേങ്ങ പൊട്ടിക്കേണ്ട ആളല്ലേ വരേണ്ടത്. ഇതാ കഴിഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പ് കഴിഞ്ഞു. ഇതാ എത്തിപ്പോയി ചിങ്കം സാർ, ഉദ്ഘാടനം ചെയ്യേണ്ട ആളെത്തിയിരിക്കുന്നു. ഞാൻ എന്തായാലും വന്നിരിക്കും. നമ്മുടെ മോട്ടു പത്ലുവിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തായാലും വന്നിരിക്കും. ഓടി വരും, ചിലപ്പോ പറന്നും എത്തും. എന്നാ ചിങ്കം സാറേ, ആദ്യം ഈ തേങ്ങ പൊട്ടിച്ചേ. എന്റെ അമ്മോ, നിർത്ത്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഭാരത രാജ്യമാണ് സത്യം. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ മോട്ടു പത്ലുവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വരില്ല. ഇനി ഒരു ഉദ്ഘാടന ചടങ്ങുകളും ഞാൻ പങ്കുകൊള്ളില്ല. ഇന്ത്യ നിയമമാണ് സത്യം. വണ്ടി നിർത്ത്. വേണ്ട. എന്റെ അമ്മോ. ഹലോ, മോട്ടു പത്ലു കൊറിയർ സർവീസ് ആണോ? അല്ല അല്ല, ഇത് മോട്ടു പത്ലു കൊറിയർ സേവയല്ല വലിയേട്ടാ. ഞാൻ മോട്ടുവാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കൊറിയർ സർവീസ് സംസാരിക്കാറില്ല. ഞങ്ങൾ തന്നെ വേണം ചേട്ടാ സംസാരിക്കാൻ. എന്റെ മോട്ടോ തമാശ കളഞ്ഞേക്ക്, ഇത് ക്ലയന്റിന്റെ ഫോണാ. തരൂ, അത് ഇങ്ങോട്ട് താ. എന്നാ പിടിച്ചോ. അതെ സാറേ, മോട്ടു പത്ലു കൊറിയർ സർവീസ്. ഞാൻ പത്ലുവാ സംസാരിക്കുന്നേ. ഞാൻ മിസ്റ്റർ മൂർത്തിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സിബിഷന്റെ സ്ഥലത്തേക്ക് ഒരു മൂർത്തി എടുത്തിട്ട് പോകാനുണ്ട്. ഒന്ന് പെട്ടെന്ന്, കാരണം അവിടെ മൂർത്തികളുടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ബെസ്റ്റ് സ്കൾപ്ചർ കോമ്പറ്റീഷൻ. അതുകൊണ്ട് നേരെ ആകാൻ പാടില്ല. വിഷമിക്കണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എങ്കിൽ അഡ്രസ് എഴുതിയെടുത്തോളൂ. ആ ശരി. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. മോട്ടുവിന്റെ പത്ലുവിന്റെ ബിസിനസ് തകർത്ത് വരാൻ ഇത് നല്ലൊരു അവസരമാണ്. ഇന്ന് അവന്റെ ട്രക്കിൽ നിന്ന് ഞാൻ പ്രതിമ മോഷ്ടിച്ച് വല്ല ചന്തയിലും കൊണ്ടുപോയി വിൽക്കുന്നതായിരിക്കും. എനിക്ക് പൈസയും കിട്ടും, പിന്നെ മോട്ടുവിനും പത്ലുവിനും നാട്ടുകാരുടെ ഹിടിയും. അതാണ് നമ്മുടെ ലക്ഷ്യം. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. ഓ, കവിതയുടെ കാര്യമൊക്കെ വിട്. ഇനി ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. അതെ സുഹൃത്തെ, മൂർത്തി എവിടെയാണുള്ളത്? ഓ, മൂർത്തിയോ? ദോ അവിടെ നിപ്പുണ്ട്. എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങൾക്ക് ഓർഡർ ഉള്ളതാ, മൂർത്തിയെ ലോഡ് ചെയ്തിട്ട് മൂർത്തി കോമ്പറ്റീഷനിൽ എത്തിക്കണമെന്ന്. ആ ഓർഡർ ഞാനാ തന്നെ. മിസ്റ്റർ മൂർത്തി ഞാൻ തന്നെയാണ്. പക്ഷേ എന്നെ അല്ല കൊണ്ടുപോകേണ്ടത്. ഈ മൂർത്തി, അതായത് പ്രതിമയാണ് കൊണ്ടുപോകേണ്ടത്. അത് ഈ ബോക്സിലുണ്ട്. ഇത് എടുത്തോണ്ട് പെട്ടെന്ന് വാ, ഞാൻ അവിടെ വെച്ച് കണ്ടോളാം. എന്റെ മോട്ടു ദേ കണ്ടോ, കണ്ണിന്റെ കൃഷ്ണമണി അടിച്ചുകൊണ്ട് പോകുന്നു. നീ തമാശ കളപത്തിലു, അവര് മൂർത്തിനെ മോഷ്ടിച്ചോണ്ടിരിക്കുക. ആ അത് തന്നെയാ ഞാനും പറഞ്ഞത്. അത് നിനക്ക് നേരെ അങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ആക്കുന്നത്? നീ വെറുതെ ഇരുന്ന് ഇങ്ങനെ വാചകം അടിക്കാതെ വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ നോക്ക് പത്ലു. വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി
പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? മൂർത്തിനെയും കൊണ്ടുപോയി. നീ പറ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങിക്കോ. ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോട്ടു, നീ ബോക്സ് എടുക്കാനാ പോയത്, അല്ലാതെ റേസ് കോമ്പറ്റീഷൻ അല്ല. ഓ സോറി, ഒരു തെറ്റ് പറ്റിപ്പോയതാ എനിക്ക്. അത് പിന്നെ ഞാൻ കുറച്ച് സമോസകൾ കൂടുതൽ കഴിച്ചു പോയില്ലേ, അതിന്റെ ഒരു ഉന്മേഷമാണ്. മോട്ടു, സമയത്തിന് ഈ പ്രതിമ അവിടെ എത്തിച്ചില്ലെങ്കില് ഇതിന്റെ ഓണർ നമ്മളെ ഇടിച്ചിടിച്ച് പരിപ്പെടുക്കും, ഉറപ്പാ. നമ്മുടെ കാര്യം പിന്നെ എന്താവും അറിയില്ല. വേഗം ആ പ്രതിമയുടെ ബോക്സ് എടുത്തോണ്ട് വാ. മനസ്സിലായി. ശരിക്കും മനസ്സിലാക്കുന്ന കാര്യത്തില് ഞാനൊരു വിദഗ്ധൻ തന്നെയാണ്. ഇനി ഞാൻ ആ ജോൺ ദി ഡോണിന്റെ അഹങ്കാരം തീർത്തു കൊടുത്തേക്കാം. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇന്നത്തോടെ ഈ പ്രതിമയുടെ കാര്യം കൊണ്ട് ഞാൻ പ്രതിമാവെന്ന് തോന്നുന്നേ. മോട്ടു, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പത്തുലു, നീ പേടിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ബൈ ബൈ ഗോൺ, ബൈ ബൈ. മോട്ടു, ദേ അവനിപ്പോ മുകളിലൂടെ വന്നിരിക്കുക. മുകളിലേക്ക് നോക്ക്, തലയുടെ മുകളിലേക്ക്. ഹലോ. ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. ഇന്ന പിടിച്ചോ, സമോസ കഴിച്ചോ, പണി തുടങ്ങിക്കോ. അവിടെ തന്നെ കിടന്ന് തൂങ്ങിക്കിടന്നത് ഈ കാറ്റുകൊണ്ട്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയെ പറഞ്ഞേ. പത്തുലു, നീ എവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും ഓർത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ആരും ഒന്നും കാണാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ പ്രതിമ കൊണ്ടുപോയത് വിൽക്കട്ടെ. പത്തുലു, ഞാൻ അവന്മാരെയൊക്കെ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ തള്ളിയിട്ട് കേട്ടോ. പൊളിച്ചേ. അവന്മാരെ എടുത്ത് താഴെ കളഞ്ഞെങ്കിൽ ഇപ്പൊ ആരാ ഹെലികോപ്റ്റർ ഓടിക്കുന്നത്? ഓ നോ, ഇത് മാത്രം ഓടിക്കാൻ എനിക്ക് അറിയില്ലല്ലോ പത്തുലു. എന്നെ രക്ഷിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തുലു? എന്തെങ്കിലും ചെയ്യൂ. ഞാൻ നിനക്ക് വേണ്ടി മുകളിലുള്ളവരുടെ അടുത്ത് പ്രാർത്ഥിക്കാം. നീയും പുള്ളിക്കാരനൊന്ന് വിളിച്ചേക്ക്. പത്തുലു, മോട്ടു. എന്റെ എല്ലുകളൊക്കെ നുറുങ്ങിയെന്നാ തോന്നുന്നത്. സൂക്ഷിച്ച്. ആ ബോക്സ് തുറന്നിട്ട് സ്റ്റാച്യു ശരിക്കും അവിടെ എടുത്തു വെക്ക്. ജഡ്ജ് ഇതാ ഇപ്പൊ തന്നെ അങ്ങ് എത്തും. എന്റെ മോട്ടു, ഇതെന്താ ചെയ്തു വെച്ചിരിക്കുന്നേ? അടി മേടിക്കാനുള്ള പരിപാടിയാണോ? ഇന്നാ പിടിച്ചോ, പ്രതിമയെ പെട്ടെന്ന് ഒട്ടിച്ച് വെച്ചോ. അപ്പോഴേക്കും ഞാൻ പുറത്തു പോയി നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. പത്തുലു, മൂർത്തി ശരിയായി വന്ന് നോക്ക് എന്റെ കഴിവ്. എന്താ ഇത് മോട്ടു? ഗ്യാരണ്ടി ആയിട്ട് അടി ഉറപ്പാ. ഇവിടെ നിന്ന് വേഗം ഓടിക്കോ, വേഗം. വാ വാ, എന്തൊരു കലയാണ്. ഇതൊരു വ്യത്യസ്തമായ മൂർത്തിയാണല്ലോ. പ്രത്യേക തരത്തിലുള്ള പ്രതിമയാന്നാ പറയുന്നേ ബോസ്. ഇതുപോലത്തെ ഒരു മൂർത്തി ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതില് കലാകാരന്റെ ചിന്തയെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. വാ, പുറഭാഗം മുന്നിലാക്കി. അതായത് ആർക്കും അവരെ പിന്നിൽ നിന്ന് കുത്താൻ കഴിയില്ലല്ലോ. അതെ, ഇന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാം പുറയുന്നാണല്ലോ കുത്തുന്നത്.
പറയ് ഇപ്പൊ എന്താ ചെയ്യാ? അതെ, ബാക്ക് ഫ്രണ്ടിലാണ്. അതെ, കാലിന്റെ സ്ഥലത്ത് കൈയാണ്. വാ, എന്തൊരു ചിന്തയാണ്. കൈ കൊണ്ട് എല്ലാരും ജോലി ചെയ്യും, ഇനിയിപ്പൊ കാലുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയ ലോകം എവിടെ എത്തും? അതുകൊണ്ടാണ് കൈയുടെ സ്ഥലത്ത് കാലെടുത്ത് വെച്ചിരിക്കണത് അവര്. യാ, കാലുകൊണ്ട് ഇപ്പൊ എല്ലാരും നടക്കുമല്ലോ, ഇനിയിപ്പൊ കൈ കൊണ്ട് നടന്ന ലോകം എവിടെ എത്തും? ഒരു കലാകാരന്റെ കലയെ മാക്സിമം പരീക്ഷിച്ചിരിക്കുന്നു. എനിക്ക് ഏതായാലും ഈ മൂർത്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ മൂർത്തിക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോണത്. ആരുടെയാണ് ഈ മൂർത്തി? അത് സാർ, എന്റെ മൂർത്തിയാണ്, എന്റെ മൂർത്തി. താങ്കളുടെ മനസ്സിൽ ഇത്ര വലിയ ഐഡിയ എങ്ങനെയാണ് വന്നത്? അതായത് എന്റെ ഈ രണ്ട് മൂർത്തി ഉണ്ടാക്കുന്നവരില്ലേ, അതായത് ഈ മോട്ടുവും പത്ലുവും, അവരുടെ ഐഡിയ ആണിത്. മോട്ടുവിനും പത്ലുവിനും ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്? അതൊരു വലിയ കഥയാ, പിന്നീട് പറഞ്ഞു തരാം. അതേ വലിയേട്ടാ, ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഇങ്ങ് തന്നാ മതി. Watch India's largest kids library only on Geo Hotstar. Download the app now.